സോ ഹൗ ടു ഇൻക്രീസ് വാച്ച് ടൈം ഓൺ യൂട്യൂബ്. നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ കൂടുതൽ നേരം കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂട്യൂബേഴ്സ് ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാത്ത ഒരു സീക്രട്ട് ഗ്രാഫ് ഉണ്ട് യൂട്യൂബിൽ. ബട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാഫ്. ഈ ഗ്രാഫ് കറക്റ്റായി മനസ്സിലാക്കി അത് നിങ്ങളുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ വാച്ച് ടൈമും ഇതുപോലെ കൂടും. ഇത് ഉപയോഗിച്ചിട്ട് 4000 വാച്ച് അവേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓൾസോ വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ ഈ ഗ്രാഫ് ഉപയോഗിച്ചിട്ട് ഈ ചാനൽ ചെയ്തിട്ടുള്ള കുറച്ച് അടിപൊളി കാര്യങ്ങളും പറഞ്ഞുതരാം. നിങ്ങളൊരു സീരിയസ് യൂട്യൂബർ ആണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. പക്ഷേ അതിന് ആദ്യം ഈ ഗ്രാഫ് എവിടെയാണ്? നിങ്ങളുടെ വീഡിയോയുടെ അനലിറ്റിക്സിൽ എൻഗേജ്മെന്റ് സെക്ഷന്റെ താഴെ ഉള്ളതാണ് നമ്മുടെ ഓഡിയൻസ് റിട്ടൻഷൻ ഗ്രാഫ്. ഈ ഗ്രാഫിൽ മൗസ് ഹവർ ചെയ്യുമ്പോൾ ഒരു ടൈമും ഒരു പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട്. വീഡിയോയുടെ ഈ ടൈം എത്തിയപ്പോൾ വീഡിയോ ക്ലിക്ക് ചെയ്തവരിൽ എത്ര പേര് ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട് എന്ന കണക്കാണ് ആ പെർസെൻറ്റേജ്. പക്ഷേ ഇതിങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എന്തെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാവാൻ ആദ്യം നിങ്ങൾ ഈ ഗ്രാഫ് അനലൈസ് ചെയ്യാൻ പഠിക്കണം. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ട് നോട്ട്സ് എടുത്ത് വെച്ചോളൂ. കാരണം വാച്ച് ടൈമിനെയും ഓഡിയൻസ് റിട്ടൻഷനെയും പറ്റിയിട്ട് മലയാളത്തിൽ ഇതുപോലൊരു വീഡിയോ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. ഈ ഗ്രാഫ് 4 ടൈപ്പാണ്. ഒന്നാമത്തെ ഫ്ലാറ്റ് ഗ്രാഫ് ആണെങ്കിൽ നിങ്ങളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത ആൾക്കാരിൽ കൂടുതൽ പേരും സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ കാണുന്നുണ്ട് എന്നാണ് അർത്ഥം. ഇനി നിങ്ങളുടെ ഗ്രാഫിൽ സ്പൈക്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെയും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്. ചിലപ്പോൾ അവർ റിവൈൻഡ് ചെയ്തിട്ട് ആ ഭാഗം ഒന്നുകൂടി കാണും, അല്ലെങ്കിൽ ആ പോർഷൻ എത്തിയപ്പോൾ വീഡിയോസ് കൂടുതൽ ഷെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. നേരെ മറിച്ച് ഡിപ്സ് ആണെങ്കിൽ ആ പോർഷൻ എത്തുമ്പോൾ ആ വീഡിയോ കൂടുതൽ ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എക്സിറ്റ് ചെയ്യാം. ഇനി ഗ്രാജുവലി ഡിക്രീസിങ് ഗ്രാഫ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സമയം കൂടും തോറും ആൾക്കാർക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് മെല്ലെ മെല്ലെ പോയി കൂടുതൽ പേര് എക്സിറ്റ് ചെയ്ത് പോകുന്നു എന്നാണ്. നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. കാരണം യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് യൂട്യൂബിലുള്ള എല്ലാ വീഡിയോസും യൂഷ്വലി ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ ഗ്രാഫ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് എങ്ങനെ അനലൈസ് ചെയ്യാൻ നോക്കാം. ഈ ഡിപ്സ് നമ്മുടെ വീഡിയോസിൽ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഒരു സിഗ്നലാണ്. ഇവിടെ നമ്മൾ ചെയ്തതോ പറഞ്ഞതോ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതൊരു ജനറൽ കൺക്ലൂഷൻ ആണ്. വേറെയും പല റീസൺസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, ആ പോർഷൻ എത്തിയപ്പോൾ അവർക്ക് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ ആ വീഡിയോ ഒന്ന് എക്സിറ്റ് ചെയ്യും. ഗോട്ട് ഇറ്റ്. ഓക്കെ ബൈ. അതുപോലെ തന്നെയാണ് ഗ്രാജുവലി ഡിക്രീസിങ്ങും. പക്ഷേ മോസ്റ്റ്ലി എല്ലാ ഗ്രാഫും ഇങ്ങനെ ആയതുകൊണ്ട് ഇതിനൊരു സ്പെസിഫിക് റീസൺ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. യൂഷ്വലി നമ്മുടെ കണ്ടന്റ് ഡെലിവറി ബോറിംഗ് ആയതുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കാം. അല്ലെങ്കിൽ അവർ ക്ലിക്ക് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആവേശം നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ വഴി അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാവാം. എന്തായാലും അവിടെ നമ്മളെല്ലാവരും എന്തോ ചെയ്യുന്നുണ്ട്. എന്താണ് ഇതും ഡിപ്സും ഒക്കെ വരാനുള്ള കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഫ്ലാറ്റ്സും സ്പൈക്സും വളരെ നല്ല സിഗ്നൽസ് ആണ്. നിങ്ങൾ അവിടെ ചെയ്ത എന്തോ കാര്യം ഓഡിയൻസിനെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ് അത് കാണിക്കുന്നത്. സോ അവിടെ എന്താണ് ചെയ്തതെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് കേഴ്സ് ചിലപ്പോൾ കിട്ടില്ല, ചിലപ്പോഴെന്നല്ല ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ തൊട്ട് മുകളിൽ കണ്ടിന്യൂസ് സെഗ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. അതുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ പോർഷനിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ നോട്ട് ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാഫ് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് അതിലെ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ ഇപ്പോൾ അറിയാം. പക്ഷേ ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ വാച്ച് ടൈം എങ്ങനെ കൂട്ടും? സിമ്പിൾ. നിങ്ങളുടെ വീഡിയോസിൽ ഡിപ്സും ഗ്രാജുവലി ഡിക്രീസിംഗ് പോർഷൻസും മാക്സിമം ഫ്ലാറ്റും സ്പൈക്സും ആക്കാൻ നോക്കിയാൽ മതി. അതിന് നമ്മൾ നേരത്തെ നോട്ട് ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ് നിങ്ങൾ പതിയെ പതിയെ ഓരോ വീഡിയോസിലും കുറച്ചുകൊണ്ട് വരിക. അതുപോലെ നിങ്ങൾക്ക് ഫ്ലാറ്റും സ്പൈക്സും കിട്ടിയ കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ കൂടുതൽ ചെയ്യുക. ഇതിപ്പോൾ എനിക്ക് പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് എക്സ്പെർട്ട് ആവാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ നേരം ആൾക്കാരിരുന്ന് കാണും. ഹെൻസ് മോർ വാച്ച് ടൈം. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് കാണിച്ചൊരു വീഡിയോ ആണിത്. ഇതിന്റെ ഗ്രാഫ് നോക്കിയാൽ ഹിമാലയൻ പർവ്വതങ്ങളെ പോലെ ഉണ്ട്. ഈ ഗ്രാഫിന്റെ ലാസ്റ്റ് പാർട്ടിൽ ഒന്ന് പൊന്തി പിന്നെ സഡൻ ആയിട്ട് എല്ലാവരും എക്സിറ്റ് ആവാൻ തുടങ്ങി. സോ എന്താണ് ഇതിന്റെ റീസൺ എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. നിങ്ങളിപ്പോൾ ആ ഭാഗം ഒന്ന് കണ്ടുനോക്ക്. പക്ഷെ അതിന് മുമ്പ് റിമെമ്പർ, ഈ വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും ഞാൻ യൂട്യൂബ് ചാനൽ എങ്ങനെ 10 മിനിറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യാമെന്നാണ് പ്രോമിസ് ചെയ്തത്. ഇനി നിങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ്. കുറച്ചൊന്നുമല്ല, ഒരൊറ്റ കാര്യം പറയാൻ പോവാണ്. അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ URL എന്താണ്? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും സൂം ഇൻ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലായോ എന്താ പ്രോബ്ലം എന്ന്? ആ പോർഷന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ പ്രോമിസ് ഡെലിവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് തന്നെ എന്തിനാണോ അവർ ആ വീഡിയോ ക്ലിക്ക് ചെയ്തത് അത് അവർക്ക് കിട്ടി. അവർക്ക് വേണ്ടത് ആ വീഡിയോയിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ബാക്കി ആ വീഡിയോ കാണുന്നതിൽ പ്രത്യേകിച്ച് റിവാർഡൊന്നും അവർക്ക് കിട്ടില്ലെങ്കിൽ അവരത് കാണില്ല. ഞാനിവിടെ ഈ റിവാർഡ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. അത് ഞാൻ കൂടുതൽ എക്സാമ്പിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വീഡിയോയുടെ ഗ്രാഫ് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് 3 കാര്യങ്ങളാണ് മനസ്സിലായത്. അതിൽ രണ്ടാമത്തേതാണ് നിങ്ങളുടെ വീഡിയോസിൽ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പറയരുത്. അത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രീ ഫ്രെയിം ചെയ്യണം. ഈ പ്രീ ഫ്രെയിം ഇനി എന്താണാവോ? ഒരു കാര്യം നടക്കുന്നതിന് മുന്നേ തന്നെ ഒരാളെ ആ കാര്യത്തിനെ പറ്റിയിട്ട് എക്സൈറ്റഡ് ആക്കുന്നതിനാണ് നമ്മൾ പ്രീ ഫ്രെയിം എന്ന് പറയുന്നത്. ഇപ്പൊ ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് മാലിക്ക് നല്ല അടിപൊളി മൂവിയാണ് എന്തായാലും കാണാന്ന് പറഞ്ഞാൽ നമ്മൾ ആ മാലിക്ക് കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കും. അതിനെയാണ് പ്രീ ഫ്രെയിം എന്ന് പറയുന്നത്. പക്ഷേ ആരെങ്കിലും വന്നിട്ട് ആ മൂവി പൊട്ടയാണെന്ന് പറഞ്ഞാലോ?
അങ്ങനെ നമ്മുടെ വീഡിയോയിൽ നടക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ പറയാൻ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മുടെ ഓഡിയൻസിനെ ഒന്ന് എക്സൈറ്റഡ് ആക്കിപ്പിക്കണം. അതിന് നിങ്ങളുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലോ എൻഡിങ്ങിലോ ആയിട്ട് നിങ്ങളുടെ വീഡിയോയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവരോട് പറയണം. അതിനെപ്പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കണം അവരെ. അവർ ആ വീഡിയോ കാണുന്ന ഓരോ മിനിറ്റിൽ നിന്നും അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് എന്ന് അവർക്ക് നേരത്തെ മനസ്സിലാക്കി കൊടുക്കണം. ഇതിനാണ് ഞാൻ നേരത്തെ റിവാർഡ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, മൂന്നാമത്തതാണ് വീഡിയോ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ. അതായത് വീഡിയോയിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏത് ഓർഡറിൽ പറയണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ അധികം ആൾക്കാരൊന്നും കാണാത്ത ഈ ഒരു ഭാഗം ലാസ്റ്റ് വെക്കുന്നതിന് പകരം ചാനൽ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ള പാട്ട് ലാസ്റ്റ് വെച്ചിരുന്നെങ്കിൽ ഈ വീഡിയോക്ക് കൂടുതൽ വാച്ച് ടൈം കിട്ടിയേനെ. വീഡിയോ സ്ട്രക്ചർ ആൻഡ് ഓർഗനൈസേഷൻ എല്ലാം ഞാൻ പറയാറുള്ള എഞ്ചിനീയറിംഗ് യുവർ വീഡിയോ ടെക്നിക്കുമായിട്ട് ബന്ധമുള്ളതാണ്. സോ അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ വീഡിയോ ഈ ചാനലിൽ കൊണ്ടുവരുന്നതാണ്. ഇതും വാച്ച് ടൈമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എനിക്ക് മനസ്സിലായ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കീപ് യുവർ എൻഡിങ് ഷോർട്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് എൻഡ് ചെയ്യുക. കഴിയുന്നത്ര നമ്മുടെ വ്യൂവേഴ്സിനെ കൂടുതൽ വീഡിയോസ് കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ വേണം നമ്മുടെ വീഡിയോസ് എൻഡ് ചെയ്യാൻ. ഒരു വീഡിയോ എൻഡ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വീഡിയോ എക്സിറ്റ് ചെയ്യുക. ഇതിനൊരു എക്സാമ്പിൾ ആണ് എന്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗം. പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. പക്ഷേ ഏറ്റവും നന്നായി നിങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ അറിയുന്ന ഒരാളുണ്ട്, അതാണ് യൂട്യൂബ്. ഇപ്പോൾ യൂട്യൂബ് നിങ്ങളുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ. ഞാനിവിടെ ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇതിൽ ഞാൻ ലാസ്റ്റ് വേറൊരു വീഡിയോയിലേക്ക് ഒരു പ്രീ ഫ്രെയിം കൊടുത്തിട്ട് അതിന്റെ എൻ സ്ക്രീൻ കൊടുത്ത് ഒരു പാട്ടും പാടി എൻഡ് ചെയ്തു. വേണമെങ്കിൽ എനിക്ക് ആ പാട്ട് ഒഴിവാക്കായിരുന്നു, പക്ഷേ അതിന് വേറൊരു റീസൺ ഉണ്ട്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞാൻ ഈ എൻ സ്ക്രീന് കൊടുക്കുന്നത് വരെ ആർക്കും അറിയില്ല ഈ വീഡിയോ എൻഡ് ചെയ്യാൻ പോകണമെന്ന്. ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ? എപ്പോൾ ഞാൻ എൻ സ്ക്രീൻ അവിടെ കാണിച്ചോ അപ്പോൾ കൂടുതൽ പേര് വീഡിയോ എക്സിറ്റ് ചെയ്യാൻ തുടങ്ങി. ഇനി വീഡിയോ ലീവ് ചെയ്യാത്തവരോ അവർ എൻ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ മറ്റു വീഡിയോസും കണ്ടു. അപ്പോഴും എൻ്റെ ചാനലിൻ്റെ ഓവറോൾ വാച്ച് ടൈം കൂടാണ്. ഒരൊറ്റ വീഡിയോയുടെ ഗ്രാഫ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തപ്പോൾ എത്രത്തോളം ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടിയെന്ന് മനസ്സിലായോ? ഓൾസോ ഈ ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിൽ വാച്ച് ടൈം കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ ഗ്രാഫ് ഇനിയും അനലൈസ് ചെയ്തിട്ട് എങ്ങനെ കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാൻ നോക്കാം. ഈ ഗ്രാഫിന്റെ എൻഡിങ്ങിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഈ ഗ്രാഫിന്റെ ഓരോ പോർഷനിൽ നിന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഓഡിയൻസിന്റെ റെസ്പോൺസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇതേ വീഡിയോയുടെ ഗ്രാഫിലെ ഓരോ പോർഷനും ഇങ്ങനെ പൊന്തിത്താന്നിരിക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വേറൊരു കാര്യം മനസ്സിലായി. ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത മെജോറിറ്റി ആൾക്കാരും ഫസ്റ്റ് പോർഷൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം 2 മിനിറ്റ് ആകുമ്പോഴാണ് എന്റെ വീഡിയോ ആൾക്കാർ കാണാൻ തന്നെ തുടങ്ങുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മെയിൻലി 2 കാര്യങ്ങൾ. ഒന്ന്, ഓഡിയൻസിന് ഓൾറെഡി അറിയാം ഞാൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്നും എന്റെ വീഡിയോ എന്താണെന്നും. അപ്പൊ അവർക്ക് അതിന്റെ ഇൻട്രോ കാണണമെന്ന് അത്ര നിർബന്ധമില്ല. അപ്പൊ ഡയറക്റ്റ് അവരെന്റെ കണ്ടന്റ് എവിടെയാണോ അതിലേക്ക് സ്കിപ്പ് ചെയ്തു. പക്ഷെ ആ ഭാഗം വീഡിയോയുടെ എവിടെയാണെന്ന് ഇവർക്ക് എങ്ങനെ കറക്റ്റ് ആയിട്ട് മനസ്സിലായി? അതാണ് ഒന്നാമത്തെ റീസൺ, ചാപ്റ്റേഴ്സ്. ഏകദേശം 1.5 മിനിറ്റ് ആയപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു ചാപ്റ്റർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അവർക്ക് വേണ്ടത് ആ ഭാഗം മാത്രമാണ്. അപ്പോൾ അവർ ഇൻട്രോ സ്കിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ പോകും. ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ വീഡിയോസിൽ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യാനേ പാടില്ലേ? പറഞ്ഞുതരാം. ഈ വീഡിയോയിൽ ഞാൻ ഒരു ചാപ്റ്റർ പോലും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കൊരു സ്റ്റേബിൾ ഓഡിയൻസ് അറ്റൻഷൻ ഗ്രാഫും കൂടുതൽ ആൾക്കാർ എൻ്റെ വീഡിയോ മുഴുവനായിട്ടൊക്കെ കണ്ടു. എന്നിട്ടും ഞാൻ എൻ്റെ മിക്ക വീഡിയോസിൽ ഇപ്പോഴും ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട്. ബട്ട് വൈ? അവിടെയാണ് വ്യൂവർ സാറ്റിസ്ഫാക്ഷൻ എന്ന കൺസെപ്റ്റ് വരുന്നത്. വ്യൂവേഴ്സ് സാറ്റിസ്ഫാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ഒരു അടിപൊളി എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഗ്രോത്ത് ടിപ്സ് പറയുന്ന മിക്ക ചാനൽസിനും പറയുന്ന ഒരു കാര്യമാണ് കൂടുതൽ വാച്ച് ടൈം കിട്ടാൻ കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോസ് ചെയ്യാൻ. ആൻഡ് യൂട്യൂബ് പണ്ട് ഇങ്ങനെ ലെങ്ത് ഉള്ള വീഡിയോസിനെ അതിന്റെ അൽഗോരിതം പുഷ് ചെയ്തിട്ട് കൂടുതൽ റീച്ച് കൊടുത്തായിരുന്നു. എന്നാൽ ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങളുടെ ഓരോ വീഡിയോസും കണ്ട ശേഷം വ്യൂവേഴ്സ് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നും യൂട്യൂബ് നോക്കുന്നുണ്ട്. എനിക്ക് തൃപ്തിയായി മോനെ, എനിക്ക് തൃപ്തിയായി. ഇത് യൂട്യൂബ് എങ്ങനെയാണ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ കണ്ട ശേഷം അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവും. ഇനി അതും അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ കണ്ട ശേഷം ആൾക്കാർ ആ ടോപ്പിക്കിൽ വേറൊരു വീഡിയോസും കാണുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ വീഡിയോ അവരെ സാറ്റിസ്ഫൈ ചെയ്തു. ഇതൊക്കെ യൂട്യൂബ് നോക്കുന്നുണ്ടാവും. ഓൾവേസ് റിമെമ്പർ, അൽഗോരിതം ഫോളോസ് യുവർ ഓഡിയൻസ്. ഇങ്ങനെ വ്യൂവേഴ്സ് സാറ്റിസ്ഫാക്ഷനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാപ്റ്റേഴ്സ് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ വ്യൂവേഴ്സിന് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോസിലുണ്ടെങ്കിൽ അവരത് മാത്രം കാണും. പക്ഷേ ചാപ്റ്റേഴ്സ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. അവർ സാറ്റിസ്ഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്ററിൽ അവർക്ക് വേണ്ട കണ്ടന്റ് കൂടി കൊടുക്കണം. ആൻഡ് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് എങ്ങനെ ആഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ എന്റെ വീഡിയോ അപ്ലോഡിംഗ് ഗൈഡ് കണ്ടാൽ മതി. ഓൾസോ ചാപ്റ്റേഴ്സ് നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓഡിയൻസിന് ഏതെങ്കിലും ഒരു പോർഷൻ കറക്റ്റായിട്ട് മനസ്സിലായില്ലെങ്കിൽ അവർക്കത് റീവൈൻഡ് ചെയ്ത് കാണാനും ഇപ്പോൾ ഈസിയാണ്. അങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് കൂടുതൽ വാച്ച് ടൈം കിട്ടും. യൂട്യൂബിൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ഈ ഗ്രാഫ് അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായാൽ അതിന്
അതിന് പകരം നിങ്ങൾ വേറെ കുറെ കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യണം. ഒരേ കാര്യം തന്നെ എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ഓഡിയൻസിന് ബോറടിക്കും. അതിപ്പോ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് ആയാലും ശരി, നമ്മുടെ വീഡിയോയുടെ സ്റ്റൈൽ ആയാലും ശരി. ഓൾസോ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യാതെ നിങ്ങളുടെ വീഡിയോസിൽ ചെയ്യുന്ന മിസ്റ്റേക്സ് എന്താണെന്ന് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുക? നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പെരിമെന്റ് ചെയ്യാം. നിങ്ങളുടെ എഡിറ്റിംഗ് സ്റ്റൈലിലോ കണ്ടന്റ് ഡെലിവറി സ്റ്റൈലിലോ നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി കൂടുതൽ കൊണ്ടുവരുന്നതിലോ എന്തിലും ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവും. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് മുകളിലേക്ക് പോകും, പക്ഷെ ചിലപ്പോൾ അത് താഴേക്കും പോകും. എക്സ്പെരിമെന്റ്, എവാലുവേറ്റ് ആൻഡ് ഇവോൾവ്. കാരണം യൂട്യൂബ് ഒരു കെമിസ്ട്രി ലാബാണ്, നമ്മളൊരു സയന്റിസ്റ്റും. ഐ ലവ് കെമിസ്ട്രി, അതൊരു എക്സ്പെരിമെന്റ് ആയിരുന്നു. ഈ വാച്ച് ടൈം എന്ന സാധനത്തിന് വേറെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങളുടെ വീഡിയോക്ക് കൂടുതൽ വാച്ച് ടൈം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ ചാൻസ് ഉണ്ട്. വാച്ച് ടൈം മാത്രമല്ല, വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ വീഡിയോന് വേണം. അതെന്താണെന്ന് അറിയാൻ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യൂ. ഇനി നിങ്ങൾക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെ കിട്ടുക അറിയില്ലെങ്കിൽ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യൂ. ഓൾസോ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ താഴെ ഐ ആം സാറ്റിസ്ഫൈഡ് എന്നൊന്ന് കമന്റ് ചെയ്യണേ.